പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസുകളിൽ നിന്ന് സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സതീശനെതിരായ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെന്റ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ വി.ഡി. സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വിജിലൻസ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസിൽ നിന്ന് ശ്രീ വി.ഡി. സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്താൻ വേണ്ടി വിദേശയാത്ര നടത്തിയെന്നും ആ വിദേശ യാത്രയിൽ ധനസമാഹരണം നടത്തിയെന്നുമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ പുനർജനി പദ്ധതി നടപ്പാക്കുന്നതിന് എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന വഴിയാണെന്നും പദ്ധതിക്ക് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ചെയ്തിരുന്നത് ഈ പദ്ധതിയുടെ പേരിൽ മണപ്പാട് ഫൗണ്ടേഷൻ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ട് വഴിയും ഫൗണ്ടേഷനിലെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയുമാണെന്ന് വിജിലൻസിൻ്റെ പരിശോധനയിൽ വ്യക്തമാവുകയുണ്ടായി. ഇതിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു പങ്കുമുണ്ടെന്ന് തെളിയിക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിലെ 7A വകുപ്പുകളിൽ പറയുന്ന കുറ്റങ്ങളൊന്നും ശ്രീ വി.ഡി. സതീശൻ ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ വിജിലൻസ് ആംഗിൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ തുടർ നടപടികൾ വേണ്ടെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അല്ല, അതിനുശേഷമാണല്ലോ ഈ അന്വേഷണമൊക്കെ പിന്നെയും നടത്തിയിട്ടാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ യാതൊരു വിജിലൻസ് ആംഗിൾ ഇതിനകത്തില്ല, ശ്രീ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണല്ലോ, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസിനെയും CBIക്ക് വിടാനോ അല്ലെങ്കിൽ ഉയർന്ന ഏജൻസികൾക്ക് വിടാനോ അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. തന്നെയുമല്ല, ഈ അന്വേഷണത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, 1 രൂപയുടെ പോലും ഇടപാടുകൾക്ക് അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഞാൻ ആ ഫയൽ മുഴുവൻ പഠിച്ചിട്ടാണ് പറയുന്നത്, വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ഇന്നലെ ആ കേസ് ഇന്നലെ തീർപ്പ് കൽപ്പിച്ച് എന്നുള്ള വിവരം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഒരിക്കലുമല്ല, കാരണം നേരത്തെ തന്നെ വിജിലൻസ് തന്നെ കണ്ടെത്തി, ആ ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം, യാതൊരു തെളിവും അന്നും കണ്ടെത്തിയിട്ടില്ല. തെളിവ് കണ്ടെത്താത്തത് കൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ അത് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതേ തുടർന്ന് വീണ്ടുമുള്ള അന്വേഷണം നടത്തിയതിന് ശേഷമാണ് വിജിലൻസ് ഡയറക്ടർ ഫയൽ എനിക്ക് അയച്ചത്. അതിനകത്ത് ഒരു തരത്തിലുള്ള വി.ഡി. സതീശൻ്റെ ഇൻവോൾവ്മെൻറ്റ് അന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് ഭരണം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയല്ല, അടിസ്ഥാനരഹിതമായ കാര്യമാണ് അന്ന് അതിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതല്ല, വളരെ വിശദമായി തന്നെ വിജിലൻസ് പരിശോധിച്ച കാര്യമാണ്. അതുകൊണ്ട് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ഇനി കേസുമായി മുന്നോട്ട് പോകേണ്ടെന്നാണ് തീരുമാനം. അങ്ങനെയല്ല, പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ ഇത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ഫയൽ എൻ്റെ മുമ്പിൽ വന്നത്. ഞാനിത് പരിശോധിച്ചപ്പോൾ ഇനി ഇതുമായി മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെയും വ്യക്തമായിരുന്നു,
ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അതുമായി യാതൊരു പങ്കുമില്ലായിരുന്നു. പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് CBIക്ക് വിടാനാ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നത് എന്നുള്ള തീരുമാനം അവരെടുത്തത്. പക്ഷേ അതിനുശേഷം വിജിലൻസ് ഡയറക്ടർ പരിശോധിച്ച ശേഷം എനിക്ക് നൽകിയ ഫയല് ഇതുമായി ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെന്നും വിജിലൻസ് ആംഗിൾ ഇതിലില്ലെന്നും VD സതീശൻ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അസന്നിഗ്ധമായി തന്നെ ഫയൽ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതാണ് തീരുമാനം. അത് ഞാൻ DGPക്ക് കൊടുത്തു. അങ്ങനെ കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം ഗവൺമെൻറ്റിനില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ നമുക്ക് പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. അതെന്താണെന്ന് നോക്കി ചെയ്യാനായിട്ട് DGPക്ക് നൽകിയിരിക്കുകയാണ്.